അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെണ്ണ് കണ്ട് കഴിഞ്ഞു വന്ന് ശരിക്കും ഷമീർ ആ കൊച്ചു കുടിലിരുന്നു കൊണ്ട് തൻ്റെ വീടിൻ്റെ പുറത്തേക്ക് നോക്കി. അല്ലാ, മോനെ. ആ ഉമ്മ. എവിടെ മോനെ? ഇതാ ഇവിടെയുണ്ട്. ആ, എന്താ ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്നാൽ എൻ്റെ പൊന്നു മോനെ, നീ എന്നെ വല്ലാതെ അങ്ങോട്ട് ടെൻഷനാക്കി പോയല്ലോ. ഉമ്മ, എന്തിൽ സമാധാനം, അൽഹംദുലില്ലാ. ഉമ്മക്ക് ഇഷ്ടല്ലേ ഓളെ? അതെ മോനെ, എനിക്കിഷ്ടമാണ്. എൻ്റെ പൊന്നു മോനെ ഇഷ്ടമുള്ളതല്ലേ എനിക്കും ഇഷ്ടമുണ്ടാകുക. എന്തായാലും ഓൾ ഇവിടെ കുറച്ച് ജീവിച്ചു പോയപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു മനസ്സിക്ക്. എന്നാലും ഓൾ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വരാറിഞ്ഞപ്പോൾ റബ്ബേ, ആ കൊച്ചുകുടിലിരുന്നു കൊണ്ട് ആ ഉമ്മ ഓരോന്ന് പറഞ്ഞു. വല്ലാത്ത സന്തോഷം മോനെ. അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചു റബ്ബേ, എങ്ങത്തെങ്കിലും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കയറിയ റഹ്മാൻ എൻ്റെ മോനക്ക് അനുസരിച്ചതോ എനിക്കനുസരിച്ചതായിട്ട് ഇവിടെ ഉണ്ടാവുമോ റബ്ബേ, അതിനനുസരിച്ച് എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഏതായാലും ഉമ്മ, എൻ്റെ ഉമ്മയുടെ ഇഷ്ടം എന്താണ് അതാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. മോനെ, ഉമ്മക്ക് 100 വട്ടം ഇഷ്ടമാണ്. ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട അതിനെക്കുറിച്ചൊന്നും. ഷമീർ ഓരോന്ന് ആലോചിച്ചു. ആ ഒരു ഗ്രാമപ്രദേശത്ത് പച്ചപ്പാർന്ന വയലുകൾക്കിടയിൽ ഒരു ചെറിയ വീടായിരുന്നു അവൻ്റെ വീട്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഷമീറും അവൻ്റെ ഉമ്മയും മാത്രം. എന്നാൽ ആ ഒരു വീട്ടിലേക്ക് അതാ താൻ സ്നേഹിച്ച, അല്ലെങ്കിൽ താൻ കൊതിച്ചുപോയ പെണ്ണ് തിരിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായി. ഷമീർ വളരെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചവനായിരുന്നു. എങ്കിലും അവൻ അധ്വാനിച്ച് ആ വയലുകളെല്ലാം അവൻ നേടിയെടുത്തു. നന്നായി കൃഷി ചെയ്യും. ആ ഒരു കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് കുറേശ്ശെ ഭൂമിയും അവൻ സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ അവൻ്റേതായിട്ട് കുറച്ചധികം ഭൂമിയുണ്ട്. എന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു സമ്പത്ത് ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയം. അവൻ്റെ ഉമ്മ പലപ്പോഴും പറയുമായിരുന്നു, പൊന്നു മോനെ, പണമുണ്ടോ ഇല്ലയോ അത് പ്രശ്നമല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിച്ചാൽ ജീവിതം നന്നായിരിക്കും. ആ വാക്കുകൾ ഷമീറിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഷമീർ ഒരു കൃഷിക്കാരനായിരുന്നു. വയലിൽ ജോലി ചെയ്യുന്നത് അവൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവൻ വയലിലേക്ക് പോകും. വയലിൽ ജോലി ചെയ്യുമ്പോൾ അവന് പലപ്പോഴും ആകാശത്തേക്ക് നോക്കി പറയും, യാ അല്ലാ, എനിക്ക് നല്ല ജീവിതം തരണേ അല്ലാ, എൻ്റെ ഉമ്മക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഷമീറിൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേട്ടത്. അതെ, അവന് പോലീസിൽ ജോലി ലഭിച്ചു എന്നുള്ള കാര്യം. ആ വാർത്ത കേട്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അൽഹംദുലില്ലാ, എൻ്റെ മകൻ വലിയവനായി എന്ന് പറഞ്ഞ് ഷമീറിനെ ചേർത്ത് പിടിച്ചു. പക്ഷേ ഷമീർ ജോലി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പൊന്നു മോനെ, നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ ഷമീർ അപ്പോൾ പറയുന്നു, ഉമ്മ അതൊക്കെ പിന്നെ. പക്ഷേ ഉമ്മക്ക് നിർബന്ധം. അതിനനുസരിച്ചാണ് സീനത്തിനെ കാണാൻ പോയത്. എന്നാൽ സീനത്തിനെ കണ്ടപ്പോൾ തന്നെ ഷമീറിൻ്റെ മുഖത്ത് ദുഃഖത്തിൻ്റെ ഒരു നിഴലുണ്ടായിരുന്നു. കാരണം അവൾ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതാണ്. എന്നാൽ അവൻ പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ, നീ ഹിജാബ് ധരിക്കണം, 5 നേരം നിസ്കരിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കരുത്, അതായത് എൻ്റെ ഉമ്മ നല്ലത് മാത്രമേ പറയുകയോ ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്തില്ല, നിൻ്റെ പെറ്റുമ്മയെ പോലെ തന്നെയായിരിക്കും എൻ്റെ ഉമ്മ, പിന്നെ പുറത്തേക്കൊന്നും പോയിട്ട് പ്രശ്നത്തിലൊന്നും ചാടാൻ നിൽക്കരുത്. എന്നാൽ അതെല്ലാം കേട്ട് സീനത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയാണ് വിരിഞ്ഞത്. കാരണം അവളുടെ ജീവിതത്തിന് അതിനു മുമ്പ് സംഭവിച്ച ചതിയെ ആലോചിച്ചിട്ട്. ഒരിക്കൽ അവൾ ഒരുത്തനെ വിശ്വസിച്ചു, പക്ഷേ വഞ്ചിച്ചു. അതിനുശേഷം അവളുടെ മനസ്സ് ഭയത്തിലും ദുഃഖത്തിലുമായിരുന്നു. പക്ഷേ ഷമീറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ സമാധാനം തോന്നി. ഇവൻ എന്നെ സംരക്ഷിക്കുന്ന മനുഷ്യനാണ് എന്നവൾക്ക് കരുതി. പെണ്ണ് കാണൽ കഴിഞ്ഞ് ഷമീർ വീട്ടിലേക്ക് മടങ്ങി. പാടത്തിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഓർക്കുന്നത്. വീടിനടുത്തുള്ള ആ പച്ചപ്പാർന്ന വയലിലേക്ക് അവൻ നോക്കിയിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. കാറ്റ് സാവധാനം വീശി. വയലിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഷമീർ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. റബ്ബേ, ഉമ്മാക്ക് നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പാല് കറക്കലും കഴിഞ്ഞു. ഇൻഷാ അല്ലാ വിവാഹം കഴിഞ്ഞാൽ സീനത്തെ വീട്ടിൽ വരും. അവൻ മനസ്സിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അതെ, അവൾ നല്ല പെണ്ണായി ഈ വീട്ടിൽ കഴിയുന്നത്. പ്രഭാതത്തിൽ സുബഹി നമസ്കാരം
അതിനു മുമ്പ് തഹജ്ജുദ്, ഖുർആൻ പാരായണം അതെല്ലാം കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഇറങ്ങി ചായ ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വാതിൽ തുറന്നുകൊണ്ട് സീനത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നത്, അതെ, കുഞ്ഞിനെ ഞാൻ വാരിയെടുക്കുന്നത്. അസ്സലാമു അലൈക്കും. അങ്ങനെ അവൾ സലാം മടക്കുന്നത്. ആ ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിൽ മധുര സ്വപ്നങ്ങളായി മാറി. അവൻ വീണ്ടും ചിന്തിച്ചു, ഞാൻ പോലീസ് ജോലിക്ക് പോയാലും എൻ്റെ കുടുംബം അള്ളാഹുവിൻ്റെ വഴിയിലായിരിക്കണം. പിന്നെ എൻ്റെ കൃഷിയിടം, അതെനിക്ക് നിർബന്ധമായിട്ടും സംരക്ഷിക്കേണ്ട ഒന്നാണ്. കാരണം ഞാൻ എൻ്റെ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞു. പുതിയതായിട്ട് ഇപ്പോൾ കുറച്ച് മത്തൻ കൃഷിയും കുമ്പളവും അങ്ങനെയൊക്കെയാണ്. ഇതിൽ നിറയെ കപ്പയായിരുന്നു. കപ്പയെല്ലാം പറിച്ചു വിറ്റു. ഇപ്പോൾ പുതുതായി ഇതാണ്. പക്ഷേ നനയ്ക്കണം, ഇതിലുള്ള ജോലികളെല്ലാം ചെയ്യണം. പോലീസിൽ പോകുമ്പോൾ ഇതെല്ലാം എനിക്ക് ഒരു തടസ്സമാകുമോ എന്നവൻ ഭയപ്പെട്ടു. അവൻ സ്വപ്നം കണ്ടത് വലിയ വീടുകളോ ബംഗ്ലാവോ ഒന്നുമായിരുന്നില്ല. അവൻ്റെ സ്വപ്നം വളരെ ചെറുതായിരുന്നു. ഒരു സന്തോഷകരമായ കുടുംബം, ഉമ്മ സന്തോഷത്തോടെ ജീവിക്കുക, സീനത്ത് സുരക്ഷിതമായി ജീവിക്കുക. അതെ, എനിക്കുണ്ടാകുന്ന മക്കൾ ഖുർആൻ പഠിക്കുക. വയലിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, യാ അല്ലാ, ഈ സ്വപ്നങ്ങൾ സത്യമായി തീരട്ടെ. കാറ്റ് വീണ്ടും വീശി. വയലിലുള്ള ആ ചെറിയ കുഞ്ഞിലകൾ കുലുങ്ങി. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ ഷമീർ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ മനസ്സിൽ വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അവൻ വിശ്വസിച്ചു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ ഒരിക്കലും അള്ളാഹു കൈവിടില്ല എന്ന്. അന്ന് അടുക്കളയിലേക്ക് നോക്കി. റമളാൻ മാസത്തിൻ്റെ ഒരു വൈകുന്നേരം. സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് സമയം മാത്രം ബാക്കി. അതെ, ചെറിയ വീട്ടിലെ അടുക്കളയിൽ ഷമീറിൻ്റെ ഉമ്മ തിരക്കിലായിരുന്നു. ഇരുന്നു കൊണ്ടുള്ള അടുപ്പിൽ ഉമ്മ എന്തൊക്കെയോ ചുട്ടെടുക്കുന്നു. അതെ, നോമ്പ് തുറക്കുവാനുള്ള വിഭവങ്ങൾ അവർ എല്ലാം റെഡിയാക്കി. ആ കൊച്ചടുക്കളയുടെ ഒരു ഭാഗത്തായിട്ട് ഈത്തപ്പഴം, പഴംപൊരി, സമൂസ അതൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. കൂടാതെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും പാലും വെച്ചിട്ടുണ്ട്, നാരങ്ങ വെള്ളവും. അടുക്കള മുഴുവൻ നല്ലൊരു സുഗന്ധം നിറഞ്ഞിരുന്നു. പക്ഷേ ഷമീർ എത്തുന്നതിന് മുമ്പായിട്ട് ഉമ്മ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ റബ്ബ് എൻ്റെ കുട്ടി? എൻ്റെ പൊന്നുമോൻ ഇതുവരെ വന്നില്ലല്ലോ. എവിടെ പോയി കുട്ടി? വീടിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവർ വീണ്ടും പറഞ്ഞു, നോമ്പ് തുറക്കാൻ സമയമായി. മോനെ ഷമീറേ. ആ ഉമ്മ. അവൻ പെട്ടെന്നെത്തി. നീ എവിടെയായിരുന്നു മോനെ? ഉമ്മ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, എൻ്റെ കുട്ടി എന്താ ആലോചിച്ചിരിക്കണത്? ഒന്നുമില്ലമ്മ. അവൻ ഈത്തപ്പഴം ഒന്ന് പിടിച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി ചെറുപ്പത്തിൽ നോമ്പ് തോൽക്കുമ്പോഴേ റബ്ബേ ഈ സമയമൊക്കെ ആകുമ്പോഴത്തിന് വിശന്ന് കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയും, പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ നോൽക്കണ്ടെന്ന് പറയും. പക്ഷേ ഈ കേൾക്കൂലായിരുന്നു. എന്നോട് എൻ്റെ ഉപ്പ പറയായിരുന്നു, മോനെ, ഉപ്പാൻ്റെ കുട്ടി നോക്കാൻ കഴിയൂലേ, നോൽക്കണ്ട. പക്ഷേ എനിക്ക് വാശിയായിരുന്നു അത്താഴത്തിന് എഴുന്നേൽക്കലും നിസ്കരിക്കലും ഓതലും. അന്നേ എൻ്റെ കുട്ടി അങ്ങനെ. പക്ഷേ ഈ സമയമാകുമ്പോഴത്തിന് എൻ്റെ കുട്ടി വിശന്ന് കരയായിരുന്നു. എന്നാലും നോമ്പ് മുറിക്കൂലായിരുന്നു. അങ്ങനെയായിരുന്നു. അത് ഓർത്തപ്പോൾ ഉമ്മാക്ക് ചിരിയും കണ്ണീരും ഒരുമിച്ച് വന്നു. അപ്പോൾ അവരുടെ മനസ്സ് നിറയെ സീനത്തിനെക്കുറിച്ചും ചിന്തിച്ചു. അവർ പതുക്കെ പറഞ്ഞു, പാവം കുട്ടി അല്ലേ സീനത്ത്, എത്രയോ കഷ്ണങ്ങൾ സഹിച്ചല്ലോ. പാവം റബ്ബേ, അല്ലാ ആ പെൺകുട്ടിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കല്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ വീണ്ടും ഷമീറിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല മനസ്സുള്ളതല്ലേ, എൻ്റെ പൊന്നു മോനെ, ഓളെ നന്നായി നോക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയത് പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി കേൾക്കുന്നു. അത് ഷമീറും ഉമ്മയും സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുകയാണ്. അപ്പോഴും ഉമ്മ ഓർത്തു, പൊന്നു മോനെ, നമ്മളിടയിലേക്ക് ഒരാളെ പെട്ടെന്ന് കൊണ്ടുവരണം കേട്ടോ. ഒരിക്കൽ കൂടി ഉമ്മ ചോദിക്കാണ്, പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഇനിയിപ്പോൾ അവൾ അങ്ങനെ തെറ്റൊക്കെ ചെയ്തു പോയൊരു പെണ്ണാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉമ്മ, അവളുടെ കുഞ്ഞ് എൻ്റെ കൂടി കുഞ്ഞാണിനി. ആയിക്കോട്ടെ, സന്തോഷമായി. അല്ല, എൻ്റെ കുട്ടിക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ലുമ്മ. ഷമീർ ഒന്ന് ലജ്ജിച്ചു കൊണ്ടത് പറഞ്ഞു. ഉമ്മ, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഒരുപാട് ഇഷ്ടമാണ്. ഉമ്മയുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. പിന്നീട് അവർ ഷമീറിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, പൊന്നുമോനെ, എൻ്റെ പൊന്നുമോന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് വിഷമങ്ങൾ സഹിച്ച, ത്യാഗങ്ങൾ സഹിച്ച പെൺകുട്ടിയാണ്. എന്തായാലും ഓരോരുത്തരുടെ ചതിയിലും വഞ്ചനയിലും പെട്ട് അവളുടെ ജീവിതം അങ്ങനെയായി മാറി.
എന്നാലും എൻ്റെ പൊന്നു മോനെ അവൾക്ക് നല്ലൊരു ജീവിതം നമുക്ക് കൊടുക്കണം കേട്ടോ. ഞാനും തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നീ അവളെ നന്നായി നോക്കണം. അവൾക്ക് ഇനി കരയേണ്ടി വരരുത്. ഷമീർ ഗൗരവമായി ഉമ്മയെ നോക്കി. ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ ഞാൻ അവളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഉമ്മ വീണ്ടും പറഞ്ഞു, മോനെ, ഭാര്യ എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. അവൾ നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ലോകം നീയും നിൻ്റെ കുടുംബവുമാണ്. അതിനാൽ അവളെ സംരക്ഷിക്കണം. ഷമീർ തലകുനിച്ചു. ഉമ്മ, ഞാൻ വാക്ക് കൊടുക്കുന്നു. സീനത്ത് ഈ വീട്ടിൽ വന്നാൽ അവൾക്കിവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖത്ത് സമാധാനം നിറഞ്ഞു. ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാ, എനിക്ക് ഇതാണ് കേൾക്കേണ്ടിയിരുന്നത്. നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞ് ഉമ്മ ഉളൂഹ് ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി പോയി. ഷമീർ പള്ളിയിലേക്കും. എന്നാൽ തൻ്റെ പൊന്നുമോൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം സന്തോഷകരമാക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ. എന്നാൽ ഈ സമയം റമളാനിൻ്റെ ശാന്തമായ ആ രാത്രി ആകാശത്ത് ചന്ദ്രൻ മങ്ങിയ വെളിച്ചം വരുത്തുന്നു. സീനത്തിൻ്റെ വീട്ടിലെ ചെറിയ മുറിയിൽ ഒരു ചെറിയ മങ്ങൽ ലൈറ്റ് മാത്രമാണ് അവൾ ഇട്ടിരുന്നത്. അത് കുഞ്ഞ് ഉറങ്ങുകയാണ് തൊട്ടിലിൽ. ആ മുറിയിൽ തൻ്റെ കുഞ്ഞിനോടൊപ്പം അവളിരുന്നു. അവളുടെ മുന്നിൽ ഒരു മുസല്ലയുണ്ട്. അവൾ കുറച്ചു മുമ്പ് നമസ്കാരം കഴിഞ്ഞിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു സമാധാനമുണ്ടായിരുന്നില്ല. എന്തെന്നറിയില്ല. കാരണം അവളുടെ ജീവിതം വളരെ കഠിനമായ വഴിയിലൂടെ കടന്നു പോയിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പതുക്കെ വീഴാൻ തുടങ്ങിയ റബ്ബേ. അവൾ പതുക്കെ പറഞ്ഞു, എനിക്ക് നിന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവളുടെ ശബ്ദം വിറച്ചു. ഞാനൊരു പാപിയാണ്. ഞാൻ വലിയ തെറ്റുകൾ ചെയ്ത ആളാണ്. അവൾ കൈകളുയർത്തി ദുആ ചെയ്തു. യാ അല്ലാ, ഞാൻ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളെയും വേദനിപ്പിച്ചു. എന്നെ വിശ്വസിച്ച ഒരാളെയും ഞാൻ വഞ്ചിച്ചു. അത് ഷെഫി ഉസ്താദ്, അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചു. അല്ലാ, അത്രക്കും ഖുർആൻ മനഃപ്പാഠമാക്കിയ അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചു. അവളുടെ ശബ്ദം നിശബ്ദമായി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ ഞാൻ ഒരിക്കലും, അല്ലാഹുവേ, ഇനി എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ല. അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു. താനെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, വിശ്വസിച്ച ആളുകൾ, തെറ്റായ വഴികൾ, അവയെല്ലാം അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റബ്ബേ, ഞാൻ ദോഷിയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷേ നീ അല്ലാഹു അല്ലേ? നീ ക്ഷമിക്കുന്നവനല്ലേ? അവൾ കണ്ണുനീർ തുടച്ചു. എനിക്കൊരു അവസരം കൂടി തരണേ അല്ലാ. അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ ഷമീറിൻ്റെ വീട്ടിലേക്ക് മണവാട്ടിയായി പോകാൻ നിൽക്കുകയാണ് യാ റബ്ബേ. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അവൾ കണ്ണുകളടച്ചു. അവൻ എന്നെ ഇഷ്ടപ്പെടുമോ? എൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രക്കും വലിയ തെറ്റ് ചെയ്ത പാപിയായ ദോഷിയാണ് ഞാൻ. എന്നെ സ്നേഹിക്കാൻ അത്രക്കും സുന്ദരനായ സ്വാലിഹായ ഉദ്യോഗസ്ഥനായൊരു യുവാവ് എന്നെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ റബ്ബേ, അതൊക്കെ നടക്കുമോ അല്ലാ? എൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഷമീർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? അവളുടെ മനസ്സിൽ മറ്റൊരു വേദനയും കൂടെ ഉണ്ടായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, റബ്ബേ, എനിക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ. ആ കുഞ്ഞുള്ള എന്നെ ഒരു പുരുഷൻ സ്വീകരിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ആവോ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അവളുടെ മനസ്സിൽ ഷമീറിൻ്റെ മുഖം ഓർത്തു. പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി. അത് നീ ഹിജാബ് ധരിക്കണം, 5 നേരം നിസ്കരിക്കണം. ആ വാക്കുകൾ ഓർമ്മയായി. അവൾ പതുക്കെ പറഞ്ഞു, യാ റബ്ബേ, അയാൾ നല്ല മനുഷ്യനാണ്. എനിക്ക് അത്തരമൊരു മനുഷ്യന് അർഹതയുണ്ടോ? കാരണം തെറ്റിൽ മുങ്ങിക്കുളിച്ച ജീവിതമായിരുന്നല്ലോ എൻ്റെത്. ആദ്യത്തെ എൻ്റെ ഷെഫി ഉസ്താദിനെ ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കിയില്ലേ? അവൾ വീണ്ടും കരഞ്ഞു. എൻ്റെ കഴിഞ്ഞ ജീവിതം ഒരു നിഴൽ പോലെ എന്നെ പിന്തുടരുന്നു. പക്ഷേ ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. അവൾ കൈകൾ കൂടുതൽ ഉയർത്തി. യാ അല്ലാ, എനിക്ക് സത്യമായി പുതിയൊരു ജീവിതം വേണം. ഞാൻ ഇനി ഒരു തെറ്റുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു നല്ല ഭാര്യയായി ജീവിക്കണം, നല്ലൊരു ഉമ്മയായി ജീവിക്കണം, നല്ലൊരു മരുമകളായി ജീവിക്കണം. അവൾ തൻ്റെ കുഞ്ഞിനെ ഓർത്തു. കുഞ്ഞ് തൊട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അവൾ പതുക്കെ പറഞ്ഞു, യാ റബ്ബേ, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം നൽകണേ അല്ലാ. ഷമീറിനെ അവന് നല്ല സ്വന്തം മോനെ പോലെ സ്വീകരിക്കാൻ കഴിയട്ടെ അല്ലാ. ഷമീറിന് എൻ്റെ പൊന്നു മോനെ, അതെ, സ്വന്തം മോനെ പോലെ നോക്കുവാനുള്ള സ്നേഹം നീ കൊടുക്കല്ല അല്ല. അവൾ കരഞ്ഞുകൊണ്ട് മുസല്ലയിൽ തലവെച്ചു. അവളുടെ കണ്ണുനീർ മുസല്ലയിൽ വീണു. യാ റബ്ബേ,
ഞാൻ നിന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നീ എന്നെ തള്ളിക്കളയരുത്. അവൾ കുറച്ചു സമയം മിണ്ടാതെ കരഞ്ഞു. പിന്നീട് അവൾ തലയുയർത്തി ജനാലയിലൂടെ ചന്ദ്രനെ നോക്കി. ആ ശാന്തമായ രാത്രിയിൽ അവളുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷ തെളിഞ്ഞു. യാ അല്ലാ, ഒരാളുടെ തൗബ സ്വീകരിച്ചാൽ അവൻ്റെ ജീവിതം മാറും. അവൾ പതുക്കെ പറഞ്ഞു, ഇൻഷാ അല്ലാ, എൻ്റെ ജീവിതവും മാറും. അവൾ വീണ്ടും ദുആ ചെയ്തു, യാ റബ്ബേ, ഞാൻ ഷമീറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പുതിയ തുടക്കം തരണമേ അല്ലാ. എൻ്റെ കഴിഞ്ഞ ജീവിതത്തെ ഇരുട്ട് എൻ്റെ ഭാവിയെ നശിപ്പിക്കരുതല്ലേ അല്ലാ. അവൾ അവസാനമായി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ക്ഷമിച്ചാൽ എനിക്ക് മറ്റൊന്നും വേണ്ട അല്ലാ. നീ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ആ രാത്രി സീനത്തിൻ്റെ ഹൃദയം മുഴുവൻ കണ്ണീരിൽ മുങ്ങി. ആ കണ്ണീരിനുള്ളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ കരുണ. കാരണം പാപം ചെയ്തവർക്കും തൗബ ചെയ്ത് തിരിച്ചു വന്നാൽ അള്ളാഹുവിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. രാത്രി അല്പം ആഴമേറിയതുപോലെ അവൾക്ക് തോന്നി. വീടിൻ്റെ അകത്ത് മങ്ങിയ വെളിച്ചം മാത്രം. മുസലയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് ദ്വാ ചെയ്ത ശേഷം സീനത്ത് കുറച്ചു നേരമായി ശാന്തമായി ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞ് ചുവന്നിരിക്കുന്നു. കണ്ണീർ തുടച്ചെങ്കിലും ഹൃദയത്തെ ഭാരമൊന്നും കുറഞ്ഞില്ല. ഹൃദയത്തിൽ വലിയൊരു കനമുണ്ട്. റബ്ബേ, അവൾ ഒന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാതിൽ സാവധാനം ഒരു മുട്ട് കേൾക്കുന്നു. മോളെ, മോളെ. അതെ, സീനത്തിൻ്റെ ഉമ്മ. മോളെ, എത്ര സമയമായി? മോളെന്താ വരാത്തത്? ഭക്ഷണമൊക്കെ എടുത്ത് കാത്തു വെച്ചല്ലോ. പിന്നെ തറാവേന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. വേഗം വന്നേ, വാ. എന്നോട് നേരത്തെ കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ കഴിച്ചതുമില്ല. സീനത്ത് കണ്ണീർ തുടച്ചു. എന്താ മോളെ കരയുന്നത്? ഒന്നുമില്ലമ്മ. ഉമ്മ വീണ്ടും പറഞ്ഞു, മോളെ, നിനക്ക് ഭക്ഷണം വേണ്ടേ? വാ, ഭക്ഷണം കഴിക്ക്. നീ നോമ്പ് നോറ്റല്ലേ? എത്ര നേരം ഒന്നും കഴിക്കാതെ, പ്രത്യേകിച്ച് പാല് കുടിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെ കാട്ടാൻ പാടുണ്ടോ? അപ്പ നോമ്പ് തുറന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഈത്തപ്പഴവും എന്തോ 1-2 കഷ്ണം ഫ്രൂട്ട്സും കഴിച്ചതാണ്. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എത്ര സമയമായി? സീനത്ത് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. പെട്ടെന്നതാ തൊട്ടിൽ അനങ്ങുന്നു. കുഞ്ഞ് കരയുന്നു. കുഞ്ഞുറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. സീനത്തിൻ്റെ ഹൃദയം ഉടനെ നനഞ്ഞു. എൻ്റെ മോനെ. അവൾ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ, കുഞ്ഞ് കരയുന്നുണ്ടോ? ഉമ്മ, മോനുണക്കണ്. ഉമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിട്ട് സ്നേഹത്തോടെ കുഞ്ഞിനെ നോക്കി. അതെ, എൻ്റെ കുഞ്ഞുമോൻ എന്തിനെ കരയുന്നത്? ഉമ്മ കുഞ്ഞിനെ എടുത്ത്, മോളെ, കുഞ്ഞിനെ ഞാൻ എടുത്തോളാം, മോള് ഭക്ഷണം കഴിക്ക്. സീനത്ത് ഒന്ന് തല കുലുക്കി. ഉമ്മ, ഞാൻ മോന് പാല് കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചോളാം ഉമ്മ. ഉമ്മ അല്പം ആശങ്കയോടെ നോക്കി. നീ നോമ്പ് നോറ്റതല്ലേ പൊന്നു മോളെ? നിൻ്റെ മുലയിൽ പാലുണ്ടാകുമോ? ഇത്ര നേരം ഒന്നും കഴിച്ചില്ലല്ലോ. പാലുണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്, ഉമ്മ സ്നേഹത്തോടെ പറഞ്ഞു. നീ ആദ്യം നല്ലോണം ഒന്ന് ഭക്ഷണം കഴിച്ചേ. നിൻ്റെ ശരീരത്തിന് ബലം വരണം, അപ്പോഴാണ് പാല് നല്ലോണം ഉണ്ടാകുക. ഇപ്പം നീ പാല് കൊടുക്കാമെന്ന് ഉണ്ടാവില്ല എൻ്റെ പൊന്നും. ഒന്ന് വയറ് കുറച്ച് ഭക്ഷണം കഴിക്കേ. സീനത്ത് കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് ചെറുതായി കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയം വേദനിച്ചു. ഉമ്മ, മോനിപ്പോൾ വിശന്നിരിക്കുകയാണ്. ഉമ്മ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു ഉമ്മയുടെ വേദന കണ്ടു. ഉമ്മ പതുക്കെ ചിരിച്ചു. ശരി മോൾ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് തരാം. ഉമ്മ വേഗം കാച്ചി വെച്ചിരുന്ന പാലിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതെങ്കിലും ഒന്ന് കുടിച്ചാ. സീനത്ത് കിടക്കയിലിരുന്നു. ഉമ്മ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തു. ഉടനെ കുഞ്ഞ് ശാന്തമായി. സീനത്ത് പതുക്കെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അവൾ സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ മോനെ, കരയണ്ടട്ടോ. അതെ, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ആ മുഖത്തേക്ക് നോക്കുന്ന പോലെ തന്നെ തോന്നുന്നു. റബ്ബേ, ആ മുഖം എടുത്തു വെച്ച പോലെ. അവൾ വിതുമ്പി. അവൾ അമ്മിഞ്ഞ കുഞ്ഞിൻ്റെ വായിലേക്ക് ചേർത്തു. കുഞ്ഞു പതുക്കെ പാൽ കുടിക്കാൻ തുടങ്ങി. ആ ചെറിയ ശബ്ദം മുറിയിലാകെ നിറഞ്ഞു. അത് നോക്കി നിന്നു. അവളുടെ മുഖത്ത് ഒരു വലിയ സന്തോഷം തെളിഞ്ഞു. അൽഹംദുലില്ലാ. അതെ, ഉമ്മ കൊടുത്ത ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോൾ അവൾക്ക് അല്പം ഒരു ആശ്വാസം തോന്നി. അൽഹംദുലില്ലാ, അവൾ പതുക്കെ പറഞ്ഞു. എന്നാൽ പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് സീനത്തിനെ തന്നെ നോക്കുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ വന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ലായിരുന്നു, സ്നേഹത്തിൻ്റെ കണ്ണീർ. ഉമ്മ അടുത്തേക്ക് വന്നു കുഞ്ഞിൻ്റെ തല സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരുന്നു. എൻ്റെ കൊച്ചുമോനെ, നീ ഭാഗ്യവാനാണ് കേട്ടോ. നിനക്ക് ഇങ്ങനെ ഒരു ഉമ്മാനെ കിട്ടിയല്ലോ, അതും വലിയ ഭാഗ്യം. സീനത്ത് ഉമ്മയെ നോക്കി. ഉമ്മ, അവൾ പതുക്കെ പറഞ്ഞു, എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ ഷമീറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മോൻ അവർ സ്വീകരിക്കുമോ? ഉമ്മ
അവളുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, മോളെ അള്ളാഹുവിനെ വിശ്വസിക്കൂ, ഷമീർ നല്ല മനുഷ്യനാണ്. നിനക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരൊക്കെ നല്ലതാണ്, പക്ഷേ വഷളാകുന്നത് നീയാണ്. ഇനിയെങ്കിലും എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് വിചാരിക്കേ. ഷമീർ നല്ല മനുഷ്യനാണ്, നിന്നെയും മോനെയും അവൻ സ്വീകരിക്കും. കുഞ്ഞ് പാൽ കുടിച്ചു തീർന്നപ്പോൾ അവൻ ശാന്തമായി വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. സീനത്ത് അവനെ പതുക്കെ കിടത്തി. ഉമ്മ അത് കണ്ട് ചിരിച്ചു. ആ വേം വാ മോളെ, ഭക്ഷണം കഴിക്ക്. അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഭക്ഷണത്തിൻ്റെ മണവും ഒരു കുടുംബത്തിൻ്റെ സ്നേഹവും നിറഞ്ഞിരുന്നു. ഉപ്പയും ഇക്കാക്കയും കാത്തിരുന്നിരുന്നു. കഴിഞ്ഞോ? എന്തായി? കുഞ്ഞെവിടെ? കുഞ്ഞൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. കുഞ്ഞുറങ്ങി. ഉറങ്ങിക്കോട്ടെ, ഓളെന്തേ കഴിക്കട്ടെടാ. ആ രാത്രി ആ ഉമ്മയുടെ ഹൃദയവും ഒരു മകളുടെ ഹൃദയവും ഒരു കുഞ്ഞിൻ്റെ ഭാവിയും, അതെ, ആ ഒരു ചെറിയ വീടിനെ കുറിച്ചുള്ള ഓർമ്മകളും, അത് കണ്ടവർക്ക് ഹൃദയം നിറഞ്ഞ് സന്തോഷം തോന്നുന്ന ഒരു മനോഹര നിമിഷമായിരുന്നു. ഷമീർ ഒരിക്കലും എൻ്റെ മോളെ കഷ്ടപ്പെടുത്തില്ലെന്ന് ആ ഉമ്മക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഈ സമയം അതാ ഉപ്പയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അതെ, അത് ആസിഫ് സാർ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ പരിപാടി? ഞങ്ങൾ തറാവി കഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാ. ആണല്ലേ? എന്നാൽ ഞാനും അങ്ങോട്ട് പോരി സാറേ വരി. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ വരി നിങ്ങൾ വരി. ആയിക്കോട്ടെ, നേരിട്ട് പറയായിരിക്കും നല്ലത്. എന്തായിരിക്കും ആസിഫ് പറയാൻ വേണ്ടി വരുന്നത് ഉപ്പയോട്? ഉമ്മയുടെ മനസ്സിൽ ഒരു നിമിഷം ഒരു ചിന്ത വന്നു. റബ്ബേ, ഇനി കുട്ടിയുള്ളത് കൊണ്ട് തൻ്റെ മകളെ അവർക്ക് വേണ്ട എന്നെങ്ങാനും പറഞ്ഞോ? എനിക്കറിയുന്നില്ല. ഉമ്മയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ നിറഞ്ഞു. എന്തായിരിക്കും അവർ പറയുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. സന്തോഷമുള്ള വാർത്തയാണോ ദുഃഖമുള്ള വാർത്തയാണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.